Hello, good morning, beautiful souls. Welcome to my channel. സോ ഇന്നത്തെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയിട്ട് തരുന്നതെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഒറക്കിൾ കാർഡ് റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ റീഡിങ്ങിൽ അത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഓറക്കിൾ കാർഡ് ആദ്യത്തത് ബോട്ടാണ്. രണ്ടാമത് കിട്ടിയിരിക്കുന്നത് ഐ ലൈക്ക് യു എന്ന് പറയുന്നൊരു കാർഡാണ്. പിന്നെ ഹാർട്ട് ബ്രോക്കൺ. ഇത് മൂന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങളിൽ പലർക്കും ടഫ് ടൈമാണ് എന്നാണ്. ബോട്ടിൻ്റെ സിമ്പൽ ഒരു യാത്ര അല്ലെങ്കിൽ ജേണി. മേ ബി നിങ്ങൾ ചില ഇമോഷണലായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരു സ്പൈസസ് പോലെയാണ്. അത് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമാണ്. ഈ ഇമോഷൻസ് നമ്മളെടുക്കുന്ന ജഡ്ജ്മെൻറ്റുകൾക്ക് ഒരു ക്ലൗഡ് എഫക്റ്റ് കൊണ്ടുവരാതെ നോക്കണം. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അതായത് ഇമോഷൻസിനെ ബേസ് ചെയ്ത് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഇമോഷൻസ് ആൻസൈറ്റി അല്ലെങ്കിൽ ഗ്രീഫ് എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അതാണ് മറ്റൊരു കാര്യം. ഇതൊക്കെ മാത്രമേ നമുക്ക് ഈ ഇമോഷൻസിൽ ചെയ്യാനുള്ളൂ. കാരണം ഈ ഇമോഷൻസ് എപ്പോഴും ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്. വേറെ ആൾക്കാരെ ബാധിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ ആങ്കർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇമോഷൻ മറ്റുള്ളവരെ അത് എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് ബാധിക്കുന്നത്, അവരെക്കാൾ ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ്. അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് മാറി നിൽക്കാം. എന്ത് വികാരമാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാതെ അവർക്ക് മാറി നിൽക്കാം. എന്നാൽ നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. നമ്മുടെ കൂടുതലായിട്ടുള്ള എല്ലാ വികാരങ്ങളും എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് ടാരോട്ട് കാർഡ് ഞാൻ എടുത്തു. ടാരോട്ട് കാർഡിലോട്ട് പോവാം. ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തിൽ ഒരു നീതിയും സന്തുലിതാവസ്ഥയും ഒക്കെ വേണം എന്നാണ്. ബാലൻസ് ആണ് മെയിനായിട്ട്. നീതിയുക്തമായി പരസ്പരം ഉള്ള കൊടുക്കൽ വാങ്ങലുകൾ ഈ ബന്ധത്തിൽ വേണം എന്നാണ് ആദ്യം തന്നെ ജസ്റ്റിസ് കാർഡ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊട്ടടുത്ത് തന്നെ ഒരു ചക്രവർത്തി, അതായത് ദ എംപറർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് ഈ ബന്ധത്തിന് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, സ്ട്രക്ചർ വേണമെന്നാണ്. സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ റോളുകളും ഉത്തരവാദിത്തങ്ങളും വ്യക്തമായി നിർവചിക്കുക എന്നതാണ്. നമ്മുടെ ഓഫീസിലൊക്കെ നമുക്ക് റോൾസ്, ഇയാൾ ഇതാണ് ചെയ്യേണ്ടത്, അയാൾ എന്തൊക്കെയാണ്, ഇയാളുടെ റോൾ ഇതാണ്, അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു സ്ട്രക്ചർ. അതുപോലെ നമ്മുടെ ഓരോ ബന്ധത്തിലും ഉള്ള ആളുകൾക്ക് എന്താണ് അവരുടെ റോൾ, എന്താണ് അവർ ചെയ്യേണ്ടത്, ആ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ ഈ ബന്ധത്തിലും വേണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാം. കൂടുതലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വ്യക്തമായി നിർവചിക്കണം. അത് എൻ്റെ ആരാണ്, അതെൻ്റെ വൈഫാണ്. ഇതാരാണ്, ഇതെൻ്റെ ലവറാണ്. അതാരാണ്, എൻ്റെ ഫ്രണ്ടാണ്. മറ്റതാരാണ്, എൻ്റെ ബെസ്റ്റിയാണ്. അപ്പം എല്ലാവർക്കും ഒരു അതിർവരമ്പുകളുണ്ട്. അത് നമ്മൾ നിശ്ചയിക്കണം. ഒരു സ്ട്രക്ചർ, ഒരു ഘടന എന്ന് വെച്ചാൽ ഇതെല്ലാവരും വേണമെന്നല്ല. നമ്മൾ ഫ്രണ്ട് ആകുമ്പോഴത്തേക്കും ഫ്രണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത്രയും ചെയ്താൽ മതി, അതിൽ കൂടുതൽ ചെയ്യേണ്ട. വൈഫ് ആരാണ്, വൈഫിന് ഒരു സ്ട്രക്ചറുണ്ട്. നമ്മളാരാണ്, നമ്മൾക്കും ഒരു സ്ട്രക്ചറുണ്ട്. അങ്ങനെയുള്ളൊരു സ്ട്രക്ചർ ഈ ബന്ധത്തിൽ വേണം എന്നാണ് ദ എംപറർ പറയുന്നത്. ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ, രണ്ടു പേർക്കും പരസ്പരം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നറിയാമോ എന്ന് ഈ ബന്ധത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക.
ഓരോ കാര്യങ്ങൾ വരുമ്പോഴും തീരുമാനം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നറിയാമോ? അവളുടെ വൈഫിൻ്റെ അല്ലെങ്കിൽ ലവറിൻ്റെ ഒരു പ്രശ്നം വന്നു. എങ്ങനെയാണ് ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് എന്ന് നിങ്ങൾ രണ്ടുപേർക്കും അറിയാമോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു രീതിയുണ്ട്. അത് ഓരോ കപ്പിൾസിലും അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അത് എങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഈ ഒരു ബന്ധത്തിൻ്റെ കേസിൽ അതാണ് ആദ്യം വന്നിരിക്കുന്നത്, ജസ്റ്റിസ് എംപറർ കാർഡ്. ബന്ധം നിലനിർത്താൻ നിങ്ങൾ രണ്ടുപേരും സമയം, പരിശ്രമം എന്നിവ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾ സ്ഥിരതയും സ്ഥിരതയും പ്രതിബദ്ധതയും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ, എൻ്റെ വ്യൂവർ, നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഒരു സ്ഥിരത വേണം, കൺസിസ്റ്റൻസി വേണം, ഒരു പ്രതിബദ്ധത വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ആ 2 ഓഫ് വാണ്ട്സിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 2 കമ്പുകൾ ഇങ്ങനെയുണ്ട്, 2 വടികൾ ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട്. ഈ വടികൾ ബന്ധത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങളാകാം, മറ്റേ ആളാകാം, അല്ലെങ്കിൽ രണ്ടുപേരും വിലയിരുത്തുന്നു. ഇത് എന്ത് ടൈപ്പ് ബന്ധമാണ്, ഇതിന് എത്രത്തോളം വിലയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും അനലൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇത് പല കാര്യങ്ങളും നമുക്ക് എടുക്കാം. ഈ നൈറ്റ് ഓഫ് വാണ്ട്സ് വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഒരു ബന്ധത്തിൽ തന്നെ അപ്പുറത്ത് നിന്നും ഒരു 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 ചാടി വരുന്നൊരു കുതിരയാണ്, ഒരു അഭിനിവേശം. ഓക്കെ, അങ്ങനെ ഒരു ആക്ഷൻ, ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തീപ്പൊരി, സ്പാർക്ക്. ഓക്കെ, സ്പാർക്ക്, ചില സാഹസികമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം നമുക്കെടുക്കാം, ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ അല്ലെങ്കിൽ മറ്റേ ആളിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലേക്ക്, ജീവിതത്തിലേക്ക് വരുന്നു എന്നുമാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പുറത്തെ സൈഡിലോ ഇപ്പുറത്തെ സൈഡിലോ അല്ലോ നിങ്ങൾക്ക് ഒരുമിച്ചോ ഒരു വ്യക്തി ഈ ബന്ധത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിലേതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം പലരും കാണുന്നൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതിലേതോ ഒന്ന് നിങ്ങൾക്ക് സംഭവിക്കും. ഒന്നുകിൽ അവിടെ നിന്നൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം വരും, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട്, സാഹസികമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ടെമ്പറൻസ് കാർഡാണ്. ഇതൊരു അഡ്വൈസ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ടാരറ്റ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കിടയിൽ വ്യത്യാസങ്ങളുണ്ട്, ആ വ്യത്യാസങ്ങൾക്കിടയിലും യോജിപ്പും ബാലൻസും കണ്ടെത്തൂ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, ടെമ്പറൻസ് കാർഡ്. ഇനി അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഡെത്ത് കാർഡ് വരുന്നുണ്ട്. ഡെത്ത് കാർഡ് മീൻ ചെയ്യുന്നത് ഈ ബന്ധത്തിൽ എന്തോ ഒരു കാര്യം അവസാനിക്കുന്നത് പോലെ തോന്നുന്നു. ചിലർക്ക് അതൊരു പാറ്റേൺ ആകാം. ഈ ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും തുടർന്ന് വന്ന ഒരു പാറ്റേൺ ആകാം അവസാനിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധം തന്നെ ആകാം അവസാനിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു പരിവർത്തനം, ബന്ധം ഒന്നും കൂടെ റിന്യൂ ചെയ്യുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കരുതാം. അപ്പോൾ ഡെത്ത് കാർഡ് വരുമ്പോൾ ചില കാര്യങ്ങൾ ഇല്ലാതാവുന്നു, ചിലത് പുതിയതായിട്ട് തുടങ്ങും എന്നുകൂടിയാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു കാർഡ് കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സ് പറയുന്നത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യൂ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് മുഴുവൻ ഇമോഷൻസിനെ കുറിച്ചാണ്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യൂ, മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഡീപ്പറായിട്ടുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് വേണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, ഇനി ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ബന്ധം ഒരു വലിയ മാറ്റത്തിനുള്ള സമയമാണിത്. ഓക്കെ. 2, നിങ്ങൾക്ക്, അതായത് കാണുന്നവർക്ക് നിങ്ങളുടെ സാഹചര്യത്തിന്
തക്കവണ്ണമുള്ള ഒരു മാറ്റത്തിനായി യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നു. അതായത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു മാറ്റത്തിനായി യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് പറയുന്നത്. ഈ ബന്ധം ഒരു പുതിയ തലത്തിലേക്ക് അപ്രത്യക്ഷിതമായ വഴികളിലേക്ക് നീങ്ങുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് നമ്മൾ ടാരോട്ട് പോലുള്ള കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ്. ഈ ബന്ധത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ളൊരു മൊത്തത്തിലുള്ള എന്തെന്ന് പറയണം, ഒരു കാര്യം, മൊത്തത്തിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ബന്ധം മാറ്റത്തിന് വിധേയമാകാൻ പോകുന്നു. നിങ്ങളുടെ സാഹചര്യത്തിന് തക്കവണ്ണമുള്ള ഒരു സൊല്യൂഷനായിട്ട് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇമോഷണൽ മെച്യൂരിറ്റിയോടുകൂടി വേണം ഇരിക്കാൻ എന്നാണ് നിങ്ങളോട് ടാരറ്റ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായി കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.